നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എലിപ്സാണ്. എലിപ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെന്താ ഫസ്റ്റ് ഓർമ്മ വരുന്നത്? അതൊരു ക്ലോസ്ഡ് ഓവൽ ഷേപ്പ്, ഒരുമാതിരി ഒരു മുട്ട പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ഷേപ്പാണല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ അതിനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് ഓവൽ ഷേപ്ഡ് കർവാണ്. അത് 2 ഫോക്കൽ പോയിൻറ്റ്സ് ആയിരിക്കും. അതിന് ഡയമീറ്റർ റെക്റ്റാങ്കിളൊന്നും വരാൻ സാധ്യത കുറവാണ്. കാരണം അതൊരു ഇറഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പ് എന്നല്ല, സർക്കിൾ അല്ല. അതുകൊണ്ട് നമുക്ക് അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള റേഡിയസ് കാണത്തില്ല. പകരം അതിനൊരു അതിന് എക്സും വൈയും ആയിട്ടുള്ള 2 കോർഡിനേറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ മെയിനായിട്ട് എലിപ്സിൽ വരുന്നത്. അപ്പോൾ ഓട്ടോക്യാഡ് ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ദ എലിപ്സ് ഓർ എലിപ്റ്റിക്കൽ ആർക്ക് യൂസിങ് ഡിഫറെൻറ്റ് വർക്ക് സിറ്റുവേഷൻ. എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ള കൺസെൻട്രേഷൻ നോക്കിയിട്ട് എങ്ങനെയാണ് നമ്മൾ ആർക്ക് വരയ്ക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആർക്ക് വരേണ്ടതെന്ന് നമ്മളെ വരയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ നമുക്ക് എലിപ്സിൻ്റെ യൂസ് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിബൺ ടൂളിൻ്റെ അകത്ത് ഹോം ടാബിൻ്റെ ഉള്ളിൽ ഡ്രോ പാനലിൽ ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എലിപ്സ് കിട്ടും. ഇത് നമുക്ക് വേറെ ഏതൊക്കെ രീതിക്ക് എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞ് ഈ മെനു ബാറിൻ്റെ അകത്ത് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എലിപ്സ് കിട്ടും. പിന്നെ എലിപ്സിൻ്റെ ഷോർട്ട് കീ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ EL എൻ്ററാണ്. ഷോർട്ട് കീ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ EL എൻ്റർ ഉണ്ടോ. അപ്പം എലിപ്റ്റിക്കൽ ആർക്കിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് കൊടുക്കേണ്ടത്, ആക്സസ് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വന്നു. ഇപ്പോൾ ഡ്രോപ്പ് ഡൗൺ ചെയ്തപ്പോൾ നമ്മൾ കണ്ടു ഇല്ലേ, ഒരു 2-3 ടൈപ്പ് ഓഫ് എലിപ്സാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഫസ്റ്റ് വണ്ണ് ഫിഗറിൽ കാണുന്ന കണക്ക് തന്നെയാണ്. അതൊരു സെൻറ്റർ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഒരു ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്തിട്ട് ഒരു പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്റർ മുതൽ ഏതാണ് ആക്സിസ് നമ്മൾ കൊടുത്തത്, ഈവൻ എക്സ് ഓർ വൈ, ഇപ്പോൾ എക്സ് ഓർ വൈ ഏത് ആക്സിലാണോ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമുക്ക് ആ ഒരു എലിപ്സ് കിട്ടുന്നത്. ഞാൻ ഇവിടെ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ അതിൽ പറയുന്നുണ്ട് സ്പെസിഫൈ ദ സെൻറ്റർ ഓഫ് ആൻ എലിപ്സ് എന്ന് പറയുന്നുണ്ട്. സെൻറ്റർ ഞാൻ സെലക്ട് ചെയ്തു. എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യാൻ പറയുന്നു. ഞാൻ എൻഡ് പോയിന്റ് ഇവിടെ ഒരു 100 കൊടുക്കുക, എൻ്റർ. അപ്പം ഇവിടെ നിന്ന് എൻഡ് പോയിന്റ് വരെ ഡിസ്റ്റൻസ് ഇതുവരെ 100 ആയിരിക്കും. എനിക്ക് യെല്ലോ ട്രാക്കിംഗ് ലൈന് ഈ എക്സ് ആക്സിസിലോട്ടുള്ളത് കഴിഞ്ഞു. ഇനി എനിക്ക് വൈ ആക്സിസിലോട്ടുള്ളതാണ് കൊടുക്കാനുള്ളത്. ഈ കൊടുത്ത അതേ 100 തന്നെ ഞാൻ വൈ ആക്സിസിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സർക്കിളായിരിക്കും കിട്ടുന്നത്. പക്ഷേ എലിപ്സ് കിട്ടണമെങ്കിൽ ഒന്നി അധികമായിട്ടുള്ള വാല്യൂ കൊടുക്കുക, ഇല്ലെങ്കിൽ കുറഞ്ഞ വാല്യൂ കൊടുക്കുക. ആ സെയിം വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് എലിപ്സ് ആവത്തില്ല, അത് നോർമലി സർക്കിളേ ആവത്തുള്ളൂ. അപ്പം ഞാനിവിടെ എക്സിലേക്കുള്ളത് 100 കൊടുത്തത് കൊണ്ട് ഞാൻ താഴേക്കുള്ളത് വൈയിലേക്കുള്ളത് 50 കൊടുക്കുക. പാതി കൊടുക്കാമെന്ന് വിചാരിച്ച് 50 കൊടുക്കുക, എൻ്റർ. ഇനി ഈ പോയിൻ്റ് ഇതിൻ്റെ എലിപ്സിൻ്റെ സെൻറ്റർ മുതൽ ഇവിടം വരേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും 100. ആ എലിപ്സിൻ്റെ സെൻറ്റർ മുതൽ ഈ താഴേക്ക് എക്സിലേക്ക് വരുന്നതായിരിക്കും 50. ഞാൻ കൊടുത്ത 50 അങ്ങനെയായിരിക്കും വരുന്നത്. ഇനി അടുത്ത എലിപ്റ്റിക്കൽ ആർക്ക് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സിസ് എൻഡുമാണ്. ആ പേര് പറയുന്നതൊക്കെ തന്നെ ആക്സിസ്, അതായത് ആക്സിസിൻ്റെ എൻഡ് ടു എൻഡിൻ്റെ വാല്യൂ അടിച്ചു കൊടുക്കുക. എക്സിലും അങ്ങനെ തന്നെ ആക്സിസിൻ്റെ എൻഡ് ടു എൻഡ് അടിച്ചു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ സെൻട്രൽ നിന്നാണ് 100 കൊടുത്തത്. ഇവിടെ ആക്സിസിൻ്റെ വാല്യൂ 100 കൊടുക്കുമ്പോഴത്തേക്കും ടോട്ടലി ഉള്ള വാല്യൂ ആയിരിക്കും 100 വരുന്നത്. പക്ഷേ ഇവിടെ ടോട്ടലി ഉള്ള വാല്യൂ 100 + 100 200 ആയിരിക്കും. അപ്പം ഞാനിവിടെ ഒരു എലിപ്റ്റിക്കൽ ആക്സിസ് എൻഡ് പോയിന്റിൽ കൊടുക്കുന്നു. താഴത്തെ പോയിന്റ് പറയും പോലെ ആക്സിസിൻ്റെ എൻഡ് പോയിന്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു. എൻഡ് പോയിന്റ് മുതൽ തൊട്ടപ്പുറത്തെ എൻഡ് പോയിന്റിൽ എനിക്ക് എത്ര വേണം, ഞാനൊരു 100 കൊടുക്കുക. അപ്പോൾ ടോട്ടലി ഉള്ളതാണ് 100 വരുന്നത്. ഈ ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്ന സെയിം ഫിഗർ നമുക്ക് വരണമെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് 200 കൊടുക്കേണ്ടി വരും. ഞാൻ സെയിം തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വേണ്ടി സെയിം ഇത് തന്നെ കൊടുക്കുവാണ്. 100 കൊടുത്തു. പോയിന്റ് വരെ 100 എഴുതാം. ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഇപ്പോൾ ഞാൻ മൗസ് അനക്കുന്ന സമയത്ത് 2 പോയിൻ്റ് ഫിക്സ് ആയിട്ടിരിക്കുന്നുണ്ടല്ലേ, ആ പോയിൻ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. അപ്പോൾ എങ്ങനെ തിരിച്ചാലും 2 പോയിൻ്റ് ഫിക്സ് ആയിരിക്കുക. ആ 2 പോയിൻ്റാണ് ഞാൻ നേരത്തെ കൊടുത്ത 100 വാല്യൂ വരണം. അത് നമുക്ക് ഒരു ആക്സിസ് ആയിട്ട് കൊടുക്കുക. ഏത് ആക്സിസ്? എക്സ് ആക്സിസിൻ്റെ ടോട്ടൽ വാല്യൂ, അതായത് എലിപ്റ്റിക്കൽ ആർക്കിനുള്ള അകത്തുള്ള അല്ലെങ്കിൽ എലിപ്സിലുള്ള
ആ ആർക്കിൻ്റെ എക്സിലുള്ള ആർക്കിൻ്റെ ലെങ്താണ് നമ്മൾ 100 ആയിട്ട് കൊടുക്കുന്നത്. ഇനി എനിക്ക് വൈൻ്റെ വാല്യൂ എടുക്കണം. വൈൻ്റെ വാല്യൂ ഞാൻ കൊടുക്കുമ്പോഴും ഈ മേൽ തൊട്ട് താഴെ വരെയുള്ള ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും വരുന്നത്. ഞാനൊരു 25 കൊടുക്കുവാണ് അതിന്. എൻ്റർ. എന്താ കണ്ടോ, 25 കൊടുക്കുമ്പോൾ ഇത് തൊട്ട് ഇതുവരെയുള്ള വാല്യൂ വന്നിട്ടുണ്ട്, ഇത് തൊട്ട് ഇതുവരെയുള്ള വാല്യൂ തന്നിട്ടുണ്ട്. അതിനുള്ള വ്യത്യാസം കണ്ടോ, ഒന്ന് ചേർന്നൊന്നുമല്ല. എന്തുകൊണ്ടാണ്? മറ്റേ നേരത്തെ പറഞ്ഞ സർക്കിളിൻ്റെ റേഡിയസ് ഡയമീറ്റർ വരയ്ക്കുന്ന പോലത്തെ ഒരു ഡിഫറൻസ് തന്നെയാണ് ഈ എലിപ്റ്റിക്കലിൽ വരുന്ന എലിപ്സ് വരയ്ക്കുന്ന സമയത്തും എലിപ്റ്റിക്കലി 2 എലിപ്റ്റിക്കൽ ആർക്കും തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്ത ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നോർമലി എലിപ്റ്റിക്കൽ ആർക്ക് എന്ന് പറഞ്ഞ് കാണിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമുക്കൊരു ആർക്ക് വരയ്ക്കാം. നമ്മൾ നേരത്തെ എന്തെങ്കിലും ആർക്കിൽ പഠിച്ച പോലെ നോർമലി ഒരു ആർക്ക് 2 പോയിൻറ്റ്സുള്ള ഒരു ആർക്ക് വരയ്ക്കാം. സെലക്ട് ചെയ്ത് ഫസ്റ്റ് പോയിൻറ്റ് സെലക്ട് ചെയ്ത് ഡയറക്ഷൻ മാത്രം കാണിച്ചത്. എനിക്കത് ചരിഞ്ഞിരിക്കുമ്പോഴത്തെ ഒരു വേണം. ഓക്കെ, എത്രത്തോളം ഡിസ്റ്റൻസ് വേണമെന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം. ഇനി ഞാൻ റാൻഡമായിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇവിടെ തൊട്ട് ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. ഞാൻ എങ്ങോട്ടേക്കാണോ എൻ്റെ ഈ യെല്ലോ എന്ന് വെച്ചാൽ എൻ്റെ റെഫറൻസ് ലൈനാണ്. അപ്പോൾ ഞാനിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. എനിക്ക് ആ ആർക്ക് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആണെന്ന് അറിയാം. എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. എത്രത്തേക്കാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത് നമുക്ക് എക്സ്റ്റെൻഡ് കൊടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ വരച്ച ആർക്ക് ആക്ച്വലി ഇത്രയേ ഉള്ളൂ. ആ ആർക്ക് എന്താണ് ചെയ്തത്, ഞാൻ എലിപ്റ്റിക്കൽ ആർക്ക് എനിക്ക് എത്ര ഡിസ്റ്റൻസിൽ വേണം അല്ലെങ്കിൽ എനിക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാനത് ജസ്റ്റ് ചുമ്മാ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഞാനിപ്പം സ്ട്രെയിറ്റായിട്ട് വരയ്ക്കുന്നു. ഞാനിങ്ങനെ ആക്കി എനിക്ക് ഈ ഒരു കറക്റ്റ് പോയിൻ്റിൽ നിന്ന് ഒരു ക്വാർട്ടർ വേണ്ട. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഒരു ക്വാർട്ടർ ഇല്ലാത്ത പോലെ എനിക്ക് വരയ്ക്കാം. ഇതാണ് എലിപ്റ്റിക്കൽ ആർക്കിൽ ഇത്രയും 3 വേരിയൻ്റാണ് എലിപ്റ്റിക്കൽ അല്ലെങ്കിൽ എലിപ്സിൽ പഠിക്കാനുള്ളത്.